അപ്പോൾ എല്ലാവർക്കും ഡിവാൻ ടേക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 2 ബാറ്ററി നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഉൾപ്പെടെ ചാർജ് ചെയ്യണ യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് ഒരു 200 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ് മേടിച്ചേക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ കൊച്ചിന് ടോയ്സ് മേടിച്ച് ഒരുപാട് ബാറ്ററി മേടിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടോയ്സിൻ്റെ ചാർജ് ചെയ്യുമ്പോൾ ഈ ബോക്സിലേക്ക് ഇട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ കാശ് നമുക്ക് അധികം പോകുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞു കിട്ടുന്നില്ല. നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. വീട്ടിലേക്ക് പിള്ളേർക്ക് ടോയ്സ് കാർ മേടിക്കുമല്ലോ. ടോയ്സ് കാർ മേടിച്ച് ബാറ്ററി മേടിച്ച് എൻ്റെ കാശൊക്കെ കുറേ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ വഴി ഒരു 2 ബാറ്ററി മേടിച്ചിട്ട് അതിൻ്റെ ഒരു യൂണിറ്റ് ചാർജബിളിൻ്റെ ഒരു യൂണിറ്റും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കി ചാർജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കണത് ഈ ടോയ്സ് കാറിൻ്റെ ഒരു സ്പ്രിങ്ങാണ് നമ്മൾ എടുത്തേക്കണത്. 2 എടുത്തിട്ടുണ്ട്. ഇത് ബാക്കിൽ വന്നതും ഈ സ്പ്രിങ്ങുകൾ ബാക്കിൽ വന്നതും ഇത് ഫ്രണ്ടിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് ചെറിയൊരു ചാർജർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സോക്കറ്റിന് വേണ്ടി എടുത്തേക്കുന്ന കഷ്ണങ്ങളുണ്ടത് നമ്മൾ ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബാറ്ററി. അപ്പോൾ ഈ അടയാളം വെച്ച് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത്. അത് ഈ 2 പീസും നമ്മൾ സൈഡിൽ നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയാനുണ്ട്. ഇത് വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് ഗ്രൈൻഡ് ചെയ്ത് കളയാതെ. ഇപ്പം നമ്മൾ ആ സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതൊന്ന് സോൾഡർ ചെയ്ത് നമ്മൾ എടുക്കേണ്ടത് വേണ്ട. ഇത് സോൾഡർ ചെയ്ത് നമുക്ക് എടുക്കുക. എന്തായാലും ബോക്സ് ഉണ്ടാക്കേണ്ട. ബോക്സിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഹോൾട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു 2 ഇതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടിച്ചു. അതായത് 2 വയർ വന്നിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങാണ്ട് ഇതുപോലെ അങ്ങോട്ട് കയറ്റിയെടുക്കാം. ഇതും അതുപോലെ കയറ്റിയെടുക്കാം. 2 നമ്മൾ ഇട്ടേക്കണത്. ഇത് വേണമെങ്കിൽ അത് നമുക്ക് ഒട്ടിച്ച് കളയാം. അപ്പോൾ സോൾഡറിങ് ഒക്കെ ഇരിക്കാനുണ്ട. കറക്റ്റായിട്ട് നമ്മൾ സെൻട്രൽ വെച്ചിട്ട് സാധനം ഒട്ടിച്ച് കളയാനാണ്. ഒട്ടിക്കാണ്ടൊക്കെ പണിയാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒട്ടിച്ച് കളയും എന്തായാലും. ഇതുപോലെ അടുത്തത് നമുക്ക് കയറ്റണ്ട. അതായത് ഈ കൂടി ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചേക്കണ്ട. ഈ സൈഡിൽ സ്പ്രിങ് വന്ന് ഇപ്പുറത്ത് പ്ലസ് മൈനസ് നമ്മൾ ചെയ്തേക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ ആ ബോർഡുമ്പോൾ കൂടി ഇതിനോട്ട് ഈ സോൾഡർ ചെയ്ത് കൊടുക്കണം. സോൾഡർ ചെയ്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആ ചാർജബിൾ ഇരിക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ വെക്കാനുള്ള ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞിട്ടൊരു ചെറിയ ആ ഒരു അളവിൽ തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഉണ്ട്. ആ ലൈറ്റ് കാണാൻ വേണ്ടി പഴയ കാസറ്റിൻ്റെ ഒരു കവറാണ് എടുത്തേക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു കാണാൻ പറ്റിയ ഒരു സംഭവം എടുത്താൽ മതി. എന്നിട്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് ഈ യൂണിറ്റ് ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറ്റി ബോക്സ് ശരിയായിട്ടാണ് അല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒട്ടിച്ചൊക്കെ എടുത്തേക്കാണ്. നല്ല കറക്റ്റ് ഗ്യാപ്പായൊക്കെയാണ് ഈ സാധനം. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം ഈ ഒരു ബോക്സ് നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ചാർജ് ചെയ്യണ ആ ഒരു യൂണിറ്റ് നമുക്കവിടെ കയറ്റി കൊടുക്കാറുണ്ട്. സിമ്പിളായിട്ട് അങ്ങോട്ട് കയറിപ്പോയിക്കൊള്ളിഞ്ഞു. അപ്പോൾ ഈ ചാർജ് ചെയ്യണം. പിന്നെ ഇതുമ്പോൾ പോയി മുട്ടിന്നുള്ളൂ. അപ്പോൾ പിന്നെ ചാർജ് കുത്തുമ്പോൾ ഇതിനൊരു അനക്കം പോലും സംഭവിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഈ ബോക്സ് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഹോൾ അടിച്ചിട്ട് 2 വയർ മാത്രം പുറത്തേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇത് ഒട്ടിച്ച് കളയാം. എന്നിട്ട് വേണം നമുക്ക് സോൾഡർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അപ്പോൾ നമ്മളിവിടെ 2 പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കൊണ്ട് സോൾഡർ ചെയ്യാനുണ്ട്. സോൾഡർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒട്ടിക്കാൻ പോയിടാം. എന്തായാലും സോൾഡർ ചെയ്ത് നമ്മൾ പിടിപ്പിച്ച് എല്ലാ പണിയും തീർന്നപ്പോൾ ഇങ്ങനെ വന്നേക്കണത്. നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്തായാലും അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ചെറിയ പീസ് എടുത്ത് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ബലത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചുകൊടുത്തേക്കുന്നുണ്ട. ഈ പീസൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചുകൊടുത്തേക്കാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചാർജ് ചെയ്ത് കുത്തി നോക്കുന്നു. വർക്കാവും നമുക്ക് നോക്കാട്ടോ. നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററി ഇട്ടിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്ററി ഉണ്ട. ബാറ്ററി വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3.7 ആണ്. 200 mAh ഉണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കുന്നത് ഇത് ഇടുമ്പോൾ ഇത് ലൈറ്റൊന്നും കത്തണില്ല കേട്ടോ. അത് കത്തണില്ല. അപ്പോൾ നമുക്ക് ഇത് കുത്തി നോക്കാം. ഞാൻ
ഇത് കുത്തി നമുക്ക് ഓൺ ചെയ്യുന്നുണ്ട്. കണ്ട സംഭവം വർക്കിംഗ് ആയി. നമുക്ക് സിമ്പിളായിട്ട് ഇതൊരു സംഭവം ഉണ്ടാക്കിയിട്ടാണ്, സിമ്പിൾ കേസാണ്. ചെറിയൊരു ചാർജറാണ് ഉണ്ടാക്കിയെടുത്തേക്കണത്. ഇപ്പം നമുക്ക് നിസ്സാര പണിയും അതുപോലെ പൈസ ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് സാധനം, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ലൈറ്റ് കിടന്ന് മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ചാർജ് ഫുള്ളാകുമ്പോൾ നിൽക്കുകയായിരിക്കും. പിന്നെ ഒരു നീല ലൈറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. എന്താ നല്ല സൂപ്പറായിട്ടുണ്ട് സാധനം എന്തായാലും. അപ്പോൾ ഇന്നത്തെ എഴുതിയൊക്കെ കണ്ട എല്ലാം എഴുതിയിട്ടുണ്ട്. ബാറ്ററിയുടെ എഴുതിയിട്ടുണ്ട്, പുറത്തേക്ക് ഔട്ട് ലൈൻ എല്ലാം ഇതിനകത്ത് അവർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും.